ക്വാർട്ടർ ഫൈനൽ അവസാനിച്ചിരിക്കുകയാണ് ഡുറൻഡ് കപ്പിൻ്റെ. ഇനി സെമി പോരാട്ടങ്ങളാണ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണിലോട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ അവസാനിച്ചു. ഇനി സെമി പോരാട്ടങ്ങളാണ് ഡുറൻഡ് കപ്പിൽ ബാക്കി അവശേഷിക്കുന്നത്. സെമി പോരാട്ടങ്ങൾക്ക് ശേഷം ഫൈനലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഷിങ്ലോങ് ലജോങ്, അതുപോലെ തന്നെ ബംഗളൂരു FC, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇവരാണ് സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഷിങ്ലോങ് ലജോങ് നമ്മുടെ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ക്വാർട്ടറിൽ നിന്ന് സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ക്വാർട്ടറിൽ നിന്ന് ബംഗളൂരു ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു 93-ാം ആഡ് ഓൺ ടൈമിൽ ഒറ്റ ഗോൾ, ഒരു കോർണറിൻ്റെ ഒരു ഗോൾ വഴിയായിരുന്നു, ഡയാസിൻ്റെ ഒരു ഗോൾ വഴിയായിരുന്നു ബംഗളൂരു FC സെമിയിലേക്ക് പ്രവേശിച്ചത്. ഇതോടുകൂടി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ബംഗളൂരു FC ആയിരിക്കും സെമിയിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. സെമി മത്സരങ്ങൾ ഇന്നാണ് ആരംഭിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5:30 മുതലാണ് സെമി മത്സരങ്ങൾ. ആദ്യ സെമി മത്സരം ഷിങ്ലോങ് ലജോങ്ങും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും 5:30 ഏറ്റുമുട്ടും. അതിനുശേഷം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ബംഗളൂരു FCയും നാളെ 5:30 ഏറ്റുമുട്ടുന്നതായിരിക്കും. 27-ാം തീയതി ഓഗസ്റ്റ്. ഇതായിരിക്കും ഈ രണ്ട് മത്സരങ്ങളിൽ നിന്നും വിജയിക്കുന്ന ഓരോ ടീമുകൾ വീതം എടുത്തുകൊണ്ട് ഫൈനൽ മത്സരവും നടക്കുന്നതായിരിക്കും. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡുറൻഡ് കപ്പിലെ കഴിഞ്ഞ മത്സരം ബംഗളൂരുമായിട്ടുള്ള മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ദയനീകരം തന്നെയായിരുന്നു. കാരണം ഒരു ഓവർ മോശം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ എവിടേക്കോ എന്തൊക്കെയൊക്കെയോ മിസ്റ്റേക്ക് ഒരു പഴയ ബ്ലാസ്റ്റേഴ്സിനൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. കുറ്റപ്പെടുത്തല്ല, തോൽവിയിൽ കുറ്റപ്പെടുന്നവരുണ്ട്, പക്ഷേ വേണമെങ്കിൽ കുറ്റപ്പെടുത്തുകയായിട്ടും കൂട്ടാം. കാരണം ഇതുവരൊരു ചാമ്പ്യൻ ആവാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. അതിലുപരി ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഡുറൻഡ് കപ്പിന് ഈ വർഷം നോക്കിക്കാണുന്നത് എന്ന് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഡുറൻഡ് കപ്പിനെ സീരിയസ് ആയി ISLൻ്റെ കൂട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് മെയിൻ സ്ക്വാഡിനക്കാർക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ട് ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചപ്പോൾ ക്വാർട്ടറിൽ ഇത്രയും മോശം പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നും തോൽവി നേരിടുമെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആരാധക വാർത്തന്നും ചെറിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും അതിലുപരി ബംഗളൂരു ഫാൻസിൻ്റെ മേൽ നിന്നുള്ള ട്രോളുകളും ഒക്കെ കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഏതായാലും ഇതിന് റിവെഞ്ച് എടുക്കുമോ ISLൽ ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരിനെതിരെ എന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കണം. മറ്റു വീഡിയോ ഉണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.